ഇല്ലാതെ കോഴിക്കോട് മാർക്കറ്റിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത്. പോലീസ് അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. അദ്ദേഹം കോഴിക്കോട് മാർക്കറ്റിലേക്ക് പോയി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സ്വാഭാവികമായും നമുക്ക് അവിടെയുള്ള റിപ്പോർട്ടർമാർ ആ നിലയിൽ വിന്യസിക്കപ്പെടേണ്ടതുണ്ട്. വി എസ് രഞ്ജിത്ത്, കോഴിക്കോട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ടോ? രഞ്ജിത്ത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് പരിപാടിയുള്ളത്. ഇപ്പോൾ ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോൾ കോഴിക്കോട് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? നികേഷ്, നിലവിൽ കോഴിക്കോട് ഭാഗത്തേക്കല്ല വാഹനം തിരിഞ്ഞിട്ടുള്ളത്. അതായത് ചേറാലി മേഖലയിലേക്കാണ് വാഹനം തിരിഞ്ഞിട്ടുള്ളത്. പോലീസ് നേരത്തെ തന്നെ അവിടെ വാഹനങ്ങൾ തടസ്സപ്പെടുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാമ്പസിനകത്തേക്ക് തന്നെ, അതായത് ചേളാരി ഭാഗത്ത് നിന്ന് ക്യാമ്പസിനകത്തേക്ക് കയറുന്ന പാതയിലെത്തി അവിടെ വാഹനം നിർത്തിയിരിക്കുകയാണ്. ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഈ ഒരു മേഖലയിൽ ഇറങ്ങി ക്യാമ്പസിനകത്തേക്ക് തന്നെയാണ് പോകുന്നത്. മറ്റൊരു മേഖലയിലൂടെ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇവിടെ ഇമസ് ചെയറിൻ്റെ ഫോക്ലോർ സ്റ്റഡീസ് ഉൾപ്പെടെ റിസർച്ച് ഉൾപ്പെടെയുള്ള സ്ഥാപനമുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ഗവർണർ എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് മേഖലയിലേക്ക് പോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അവിടേക്കല്ല ഗവർണർ പോയിട്ടുള്ളത്. നിലവിൽ ദൃശ്യങ്ങളിൽ തന്നെ വളരെ പ്രകടമായി കാണാൻ സാധിക്കും. ഇമസ് ചെയർ ഫോർ മാർക്സിസം ഇവിടെയാണോ, അതായത് EMS ചെയർ ഫോർ മാർക്സിസം ഈ ഹാളിലാണോ ഉച്ചയ്ക്ക് ശേഷം പരിപാടി നടക്കാനിരിക്കുന്നത്? അല്ല, അത് ക്യാമ്പസിനകത്ത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് ഗവർണർ എത്തിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ക്യാമ്പസിനകത്തേക്ക് നേരത്തെ പറഞ്ഞതിന് അപ്പുറത്ത് അദ്ദേഹം ഇപ്പോൾ ഇവിടെയുള്ള ജീവനക്കാരുമായി സംസാരിക്കുന്നു. ഗവർണർ അവരോട് സൗഹൃദ സംഭാഷണം നടത്തി ദീപക്കിലേക്ക് ഞാൻ തിരിച്ചെത്താം. ദീപക്, ദയവായി തുടരുക. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ EMS ചെയറിലെത്തി അവിടെയുള്ള ജീവനക്കാരുമായി സംസാരിച്ച് ഇപ്പോൾ തിരികെ വീണ്ടും വാഹനത്തിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹം നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പോലീസ് സുരക്ഷ ആവശ്യമില്ല എന്ന് DGPയോട് ആവശ്യപ്പെട്ടു. മാർക്കറ്റ് ഐ ഫേസ് നോ ത്രെറ്റ്. ഐ ഡോണ്ട് നീഡ് എനി പോലീസ്. ദിസ് പോലീസ് ഈസ് പ്രൊട്ടക്ടിംഗ് ദി SF police, Kerala police, one of the finest force in the country. But going on the campus also. Heavy protest is conducting on the campus also. Okay. Heavy, what heavy? Have you heard anybody other than SFI? They will protest because they were enjoying a privileged position in the university. They were ruling the roost. One carpenter post and 6 CPM workers have been appointed in the university. Why they will not be hurt? They will be hurt. Much banners are there. Removed it. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ EMS ചെയർ സന്ദർശിച്ച ശേഷം അവിടുത്തെ ജീവനക്കാരുമായി ഒന്ന് സംസാരിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം മടങ്ങുകയാണ്. ഗതാഗത തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. Then I come to the conclusion that under the instructions, Kerala police will not do it on its own. Chief Minister's instructions. That is why I am telling them, I don't need any protection. And then the SFI will receive instruction from Chief Minister not to come near me because they know the consequences. From your direction, they removed 3 banners yesterday. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ EMS ചെയർ സന്ദർശിച്ച ശേഷം വീണ്ടും കാറിൽ മടങ്ങുകയാണ്. തനിക്ക് സുരക്ഷ ആവശ്യമില്ല എന്ന് DGPയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഗവർണർ പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. കോഴിക്കോട് മാർക്കറ്റിൽ പോകും, താൻ അവിടെ സമയം ചെലവഴിക്കും എന്ന് പറയുന്നു. അങ്ങനെ താൻ പോലീസ് സൈന്യത്തിൻ്റെ സുരക്ഷ ആവശ്യമില്ല എന്ന് പറയുകയും തനിക്ക് സുരക്ഷ നൽകാതിരിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ SFIയെ പിൻവലിക്കും, കാരണം അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് പിണറായി വിജയൻ അറിയാം എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ EMS ചെയർ സന്ദർശിച്ച ശേഷം എങ്ങോട്ടാണ് മടങ്ങുന്നത്, എങ്ങോട്ടേക്കാണ് തിരിയുന്നത് എന്നറിയാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി ദീപക് മലയമ്മ ഓടുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് ഭാഗത്തേക്കാണ് പോകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോലീസ് സുരക്ഷ ഇദ്ദേഹത്തിന് തുടരുന്നുണ്ട്. കാരണം ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം സുരക്ഷ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും
വേണ്ട എന്നാവശ്യപ്പെട്ടാലും അദ്ദേഹത്തിന് സുരക്ഷ നൽകിയേ തീരൂ. ദീപക് തുടരുന്നുണ്ടെങ്കിൽ ദീപക് ഇപ്പോഴെങ്ങോട്ടാണ് ഗവർണർ പോകുന്നത്? നികേഷ്, ഇവിടെ EMS ചെയർ ഫോർ മാർക്സിസം സ്റ്റഡീസ് ആൻഡ് റിസർച്ചിന്റെ ആ ഒരു കെട്ടിടത്തിലേക്ക് ഗവർണർ എത്തിയ ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് SFIയുടെ കേന്ദ്രം എന്നുള്ള നിലയിലാണ് ആ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പോലീസിന്റെ ഉൾപ്പെടെ സേവനം തനിക്ക് വേണ്ട, തന്നെ ആരും അത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ള നിലപാട് കൂടി ഗവർണർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവർണർ വീണ്ടും കോഴിക്കോട് ഭാഗത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് മേഖലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ മെയിൻ ഗേറ്റിന്റെ പരിസരത്തെത്തി വീണ്ടും വാഹനം അദ്ദേഹം സ്ലോ ആക്കുന്നു. അവിടെ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിച്ച ശേഷം വീണ്ടും തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് പിറകെ തന്നെ പോകാമെന്ന് കരുതുന്നു. കാരണം എങ്ങോട്ടാണ് ഗവർണർ പോകുന്നത്, എന്താണ് നടപടികൾ? ദീപക് പിന്നിൽ തന്നെ പോവുക. ഏതായാലും അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ട് പോയാലും അത് വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. SFIയുടെ കേന്ദ്രം എന്നുള്ള നിലയിലാണത്രേ EMS ചെയർ സന്ദർശിച്ചിട്ടുള്ളത്. അവിടേക്ക് പോവുക, എന്നിട്ട് ധൈര്യം കാണിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് കാണേണ്ടത്. SFIയുടെ കേന്ദ്രം എന്നുള്ള നിലയിൽ EMS ചെയർ സന്ദർശിച്ചു എന്നാണ്. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോടേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് വലിഞ്ഞിരിക്കുന്നത്, ഒന്ന് കേരള പോലീസിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. കേരള പോലീസ് ഏറ്റവും മികച്ച പോലീസ് സേനയാണ് എന്ന് ഞാൻ ആഭ്യന്തര സഹമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ആ നിലപാടിൽ തന്നെ തുടരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പോലീസിനെ ഇപ്പോൾ ഒന്ന് തലോടി വിടുന്നു. ഒന്ന്. രണ്ട്, കണ്ണൂർ നല്ല ജനങ്ങളുള്ള ആളുകളാണ്. പക്ഷേ കണ്ണൂരിനെ അക്രമാസക്തമാക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള പിണറായി വിജയനെ ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനം പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. നികേഷ്, ഞങ്ങളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് തൊട്ടു പിറകിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺവോയ്ക്കിടയിൽ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാഹനം ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് പിറകിൽ വലിയ പോലീസ് സന്നാഹമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് പോലും, കേരള പോലീസിൻ്റെ ഒരാൾ പോലും ഞങ്ങൾ അനുഗമിക്കേണ്ടതില്ല എന്ന് ഗവർണർ പറയുമ്പോഴും ആംബുലൻസ് ഉൾപ്പെടെ കേരള പോലീസിൻ്റെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. യൂണിറ്റ് 20 ഞങ്ങൾ അതിന് പിറകിൽ തന്നെ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കോഴിക്കോട് നഗരത്തിലേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരഭാഗത്തേക്കാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കുണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒറ്റയടിപ്പാതയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ആ ഭാഗത്തൂടെ ഗവർണറുടെ വാഹനം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനങ്ങളുണ്ട്. പോലീസിൻ്റെ വാഹനങ്ങൾ എനിക്ക് തോന്നുന്നു 1, 2, 3, 6, 7 പോലീസ് വാഹനങ്ങൾ ഇതിന് പിറകിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് വാഹനങ്ങൾ ഇപ്പോൾ കയറി പോകുന്നു. ഈ പോലീസ് വാഹനങ്ങൾക്കിടയിലാണ് എനിക്ക് പിറകിൽ അതുപോലെ വലിയ പോലീസ് ബസ് എനിക്ക് പിറകിലുണ്ട്. അപ്പോൾ പോലീസിൻ്റെ സെക്യൂരിറ്റി വേണ്ട എന്ന് ഗവർണർ പറയുമ്പോഴും ഗവർണറെ തനിച്ചു വിടാൻ ഏതായാലും കേരള പോലീസ് തയ്യാറല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരള പോലീസിൻ്റെ വാഹനങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനം ഏറ്റവും മുന്നിലാണ്. എനിക്ക് പിറകിൽ, എൻ്റെ വാഹനത്തിന് പിറകിലായിട്ടാണ് കേരള പോലീസിൻ്റെ ബസ്സുള്ളത്. ആ ബസ്സിനും ഈ കോൺവോയിൽ മുന്നിൽ കടന്നു പോകേണ്ടതുണ്ട്. എങ്കിൽ കൂടി നമ്മൾ അതിന് പിറകെ ഉണ്ട് എന്നുള്ളതാണ്. ഏത് ഭാഗത്തേക്കാണ് നിശ്ചയമില്ല. മാനാഞ്ചിറയ്ക്ക് പോകും എന്നറിയിച്ച് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു, വിട്ടുകൊടുത്തേക്ക്. ആ വാഹനം പോലീസ് ബസ് കടന്നു പോകേണ്ടതുണ്ട്. പോലീസ് ബസ് മുന്നോട്ട് കടന്നു പോകുന്നു. അതിന് പിറകിൽ ഗവർണറുടെ ഔദ്യോഗിക വാഹനങ്ങളുണ്ട്. ഏതായാലും ഈ വാഹനങ്ങളുടെ അകമ്പടികൾ എന്ന് പറയുന്നത് ഏകദേശം 10-20 വാഹനങ്ങളുടെ അകമ്പടി ഉണ്ട്. വലിയൊരു പോലീസിൻ്റെ ബസ് ഉണ്ട്. അതിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധക്കാരെ കയറ്റാനുള്ള വാഹനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.